Let's go to question number 16. Given below are two statements. നോക്കൂ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൈൻഡ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. Aqueous solution of ammonium carbonate is basic. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്ന കാര്യത്തിൽ നമ്മൾ ഉറപ്പാക്കി. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഫ്രം ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. ഇക്വിലിബ്രിയത്തിലെ സോൾട്ട് ഹൈഡ്രോളിസിസ്. നോക്കൂ, aqueous solution of ammonium carbonate is basic. സോ കാർബണേറ്റ് അത് എന്താണ്? ബേസിക്. അമോണിയം കാർബണേറ്റ് ഇറ്റ്സ് എ ബേസിക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് അവർ പറയുന്നത് ശ്രദ്ധിക്കാം. അസിഡിക് ഓർ ബേസിക് നേച്ചർ ഓഫ് എ സോൾട്ട് ഓഫ് എ സൊല്യൂഷൻ, weak acid and weak base depends on K and Kb values of acid and base forming it. അല്ലേ? തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് 7 പ്ലസ് pKa minus pKb by 2. We have studied an equation of this kind. അല്ലെ? ഇത് വെച്ചിട്ട് നമുക്കറിയാം ഒരാൾ ബേസിക് ആണോ അല്ലെങ്കിൽ അസിഡിക് ആണോ തീരുമാനിക്കുന്നത് ഇയാളുടെ pKa വാല്യൂയും അതുപോലെ pKb വാല്യൂമാണ്. അതല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ K ആൻഡ് Kb. അതുകൊണ്ടല്ലേ ആദ്യത്തെ ആള് ബേസിക് ആണെങ്കിൽ അയാൾ ബേസിക് ആയതും അസിഡിക് ആണെങ്കിൽ അയാൾ അസിഡിക് ആയതും അല്ലേ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആദ്യത്തെ കറക്റ്റ് റീസൺ തന്നെയാണ് രണ്ടാമത് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് 1 and 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 തന്നെ സെലക്ട് ചെയ്യാം. So what is the answer for this particular question? Option 1.